പ്രിയപ്പെട്ടവരെയും നോക്കൂ. സത്യം പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് വല്ലാത്തൊരു സ്നേഹവും വല്ലാത്തൊരു അഭിമാനമാണ് അവരെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് കമ്മ്യൂണിറ്റിയിൽ. പക്ഷേ ഈ ജാസി എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാം പല കാര്യങ്ങളിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് അവർ നമ്മുടെ ജനങ്ങളുമായിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട്, ഇവർക്ക് വയറുണ്ടായതുമായി ബന്ധപ്പെട്ടിട്ട്, ഇവരുടെ സർജറിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ പൊളിച്ചു കൊടുക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ജാസിയെ തന്നെ ഇങ്ങനെ കയറി പിടിക്കുന്നതെന്നാണ്. ജാസിയെ കയറി പിടിക്കുന്നതല്ല, ജാസി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് പല കാര്യങ്ങളും കൊണ്ട്. എന്നോട് കളിക്കാൻ നിൽക്കരുതേ. കോൺട്രവേഴ്സി ഉണ്ടാക്കുക, അത് മുഖാന്തരം അവർക്ക് റീച്ചിലേക്ക് എത്തുക, അതാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ജാസിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു അവതാരം എന്ന് പറഞ്ഞാൽ പോരാ, കാട്ടവരാതം. ഈ ആലില വയർ എങ്ങനെ കാത്തു സൂക്ഷിക്കണം? ഈ ആലില വയർ എങ്ങനെ കാത്തു സൂക്ഷിക്കണം? അത്രമേൽ ആൾക്കാർക്ക് നീരസം ഉണ്ടാക്കുന്ന, വെറുപ്പുളവാക്കുന്ന ചില കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവരുടെ ലൈവ് സ്റ്റോറിയൊക്കെ കേട്ട സമയത്ത്. വേദനയുടെ തീനാളം കൊണ്ട് വെന്ത ഉടലാണ് ഓരോ ട്രാൻസ്ജെൻഡറുകളുടേതും. കണ്ണീരുപ്പ് കലർന്ന ഭൂതകാലത്തിൽ ചവിട്ടി സ്വത്വം വീണ്ടെടുത്ത് മുന്നോട്ടു പോകുന്ന ട്രാൻസ് വുമൺ ദീപ്തി കല്യാണിയുടെ സമര ജീവിതമാണ് ജൽസ എന്ന ഈ പുസ്തകം. അതിനിടയിൽ ഈ രേണുസുതി വന്നു. രേണുസുതിൻ്റെ ഒന്നും വിഷയം ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല, തൊടാതിരിക്കുന്നത് തന്നെ നല്ലത്. അതിന് ഇടയിലാണ് ജാസി വന്നത്. ജാസിക്ക് ശേഷമാണ് ഈ പറയുന്ന ദീപ്തി കല്യാണി വന്നത്. ദീപ്തി കല്യാണിയുടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിർത്താനും അറ്റൻഷൻ സീക്കിങ്ങിനും വേണ്ടി എന്തൊക്കെ കാട്ടവരാധങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നതെന്ന് കാണുന്ന ഓരോ ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാം. അത് റിമൂവ് ചെയ്യാൻ അത് ഊരാൻ പറ്റുമോ? കാണിക്കാവോ? സിമ്പിളാണോ? ഭയങ്കര സിമ്പിളാ. ഗോൾഡാണത്? അല്ല, വയറ്റിലൊക്കെ ഞാൻ ഗോൾഡ് ഇട്ട് കഴിഞ്ഞ പിന്നെ ആരാ. ഇനിയെങ്കിലും കാട്ടവരാധത്തിൽ ഇത്തിരിയെങ്കിലും കുറച്ച് അപരാധത്തിലേക്ക് മാറി വരാൻ ഉള്ള സാധ്യത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നോ അത് ഞാൻ ആക്ച്വലി ബ്രസ്റ്റ് ഒക്കെ വെക്കണേക്ക് മുമ്പ് ചെയ്ത ടാറ്റു ആയിരുന്നു. കുഞ്ഞൊരു ഹാർട്ടായിരുന്നു. ബ്രസ്റ്റ് സർജറി ചെയ്തപ്പോൾ സ്കിന്ന് വലിഞ്ഞപ്പോൾ അത് ഇങ്ങനൊരു ഹാർട്ടായി പോയി. നിങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഈ കമ്മ്യൂണിറ്റിയെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ചില വീഡിയോസ് ഉണ്ടാവുന്നത്. സ്വന്തമായി നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് റീച്ച് ഉണ്ടാക്കി നിങ്ങൾ 10 രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഗുഡ്. രേണുസുതി ഒരിക്കലും വിഷമിക്കേണ്ട. പറയുന്നവരോട് കിടന്ന് പറഞ്ഞോട്ടെ. എന്നെ പോലെ മനസ്സിന് ധൈര്യം കൊടുത്ത് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. എന്തായാലും രേണുസുതി ഇപ്പോൾ ഒരു സൈഡായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒഴിവിലേക്ക് നിങ്ങൾ കയറാനാണെങ്കിൽ, ആ തസ്തികയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ തുടർന്നോളൂ.